നമ്മള് വലിയ വില എന്ന് പറയാം, ചെറിയ പൈസ ഒക്കെ പറയും. ഇതൊക്കെ ഒരു 50 രൂപയുള്ളൂ, 100 രൂപ. ഇത് ജോഡി ഒന്നേ. ഇതിനെത്രയായിരുന്നു? അതെത്രയാ? ഇതൊക്കെ ഒരു 50 അല്ലേ? ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ സൺഡേ മാർക്കറ്റാണ്. ഇവിടെ വരിയോട കച്ചവടക്കാരാണ് കൂടുതലും സൺഡേ മാർക്കറ്റിൽ. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ 3 ജോഡി ഡ്രസ്സിന് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമാണ്. ഇതിൽ തന്നെ ടീഷർട്ട് ഉണ്ട്, കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയെടുക്കാവുന്നതാണ്. ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ റേറ്റ് വരുന്നത് 50, 100 ആ റേറ്റാണ്. വഴിയോര കച്ചവടക്കാർ എടുത്ത് നമുക്ക് വില പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. കുറച്ചൊക്കെ വില നമുക്ക് കുറയ്ക്കാം ഇതിൽ തന്നെ. ഈ ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ ജീൻസിൻ്റെ കളക്ഷനും ഉണ്ട്. വരിയോര കച്ചവടക്കാരുടെ അടുത്ത് തന്നെ ലവ് ബേഡ്സ്, അതുപോലെ തത്തകൾ, കുരുവികൾ, അതിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട്. ഈ തത്തയ്ക്ക് റേറ്റ് പറഞ്ഞ് ജോഡിയായിട്ട് 1200 രൂപ റേറ്റാണ്. ആ കുരുവി ചെറിയ ക്യൂട്ടായിട്ടുള്ള കുരുവികളിലെ അതിന് ജോഡിക്ക് റേറ്റ് പറഞ്ഞത് 400 രൂപ റേറ്റാണ്. ഇവരെടുത്ത് തന്നെ മീനിൻ്റെ കളക്ഷനും ഉണ്ട്. അപ്പോൾ ഗപ്പി മീൻ, അങ്ങനെ കുറേ കളക്ഷനുണ്ട് ഇവരെടുത്ത് തന്നെ. ഈ കോഴിക്കോട് മിഠായി തെരുവിൽ വരിയോര കച്ചവടക്കാരുള്ളത് ഞായറാഴ്ച ദിവസം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ കാണുന്ന വാച്ചിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. ഏത് വാച്ച് എടുത്താലും റേറ്റ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാച്ചിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഇവരുടെ അടുത്ത്. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. അപ്പോൾ 50, 100, 150 അങ്ങനെ റേറ്റ് വരും. സ്റ്റാർട്ടിങ് റേറ്റാണ് 50. അത് സ്ലിപ്പറിൻ്റെ മോഡൽ ടൈപ്പ് ചെരുപ്പിനാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഇവിടെ പഴയ സാധനങ്ങൾ കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെടുത്ത് തന്നെ സ്പീക്കറിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. സ്പീക്കറിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റാർട്ടിംഗ് ഒക്കെ 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ചെറിയ സ്പീക്കറിനാണ് 20 രൂപ റേറ്റ് വരുന്നത്. ഇവരെടുത്ത റേഡിയോൻ്റെ കളക്ഷനും ഉണ്ട്. റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഈ ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമേ ഉള്ളൂ. ഷർട്ടിന് പുറമെ ഇവരുടെ തന്നെ ജീൻസിൻ്റെ കളക്ഷനും ഉണ്ട്. ജീൻസിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. അപ്പോൾ നമുക്കിതൊക്കെ നോക്കിയെടുക്കാവുന്നതാണ്. സൺഡേ മാർക്കറ്റ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന 7 മണി ടൈമിലാണ്. ഞങ്ങളിവിടെ പോയത് ഒരു ഉച്ച ടൈമായിരുന്നു, ഒരു 2 മണി ടൈമായിരുന്നു. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എന്ത് സാധനങ്ങളും നമുക്ക് ഞായറാഴ്ച വരുവാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെരുപ്പിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് ഒത്തിരി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ വാച്ചിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. 50, 100 ആ കളക്ഷനാണ് കൂടുതൽ. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. DVD പ്ലെയർ, അതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ സ്പീക്കറിൻ്റെ കളക്ഷൻ ഉണ്ട്, പഴയകാല TV, എല്ലാത്തിൻ്റെയും കളക്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ സ്പാൻഡർ സെറ്റാണ്. ഇതൊക്കെ എത്രയാണ്? 250. ഇവിടെ തന്നെ കത്തികൾ, അതുപോലെ തന്നെ ബ്ലേഡ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ എല്ലാം കളക്ഷനും ഉണ്ട്. ഇനി നമുക്ക് നോക്കാവുന്നത് ഹെഡ്സെറ്റിലേക്കാണ്. ഈ ഹെഡ്സെറ്റ് ഏതെടുത്താലും റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെഡ്സെറ്റ് നമ്മൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് നല്ലപോലെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. 50 പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ കുറച്ച് വരിയോര കച്ചവടക്കാരെടുത്ത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഷോപ്പിനേക്കാളും റേറ്റ് നമുക്ക് ഇതൊക്കെ ഒരു 50 രൂപ ഉള്ളു ഹെഡ്സെറ്റൊക്കെ. പിന്നെ സി ടൈപ്പ് കേബിളിനൊക്കെ 50. ഇതൊക്കെ ഒരു 50 രൂപ ഉള്ളു. ഇതെല്ലാം ഇത് ഏതെടുത്താലും 50. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇത്ര റേറ്റ് കുറവിനൊന്നും കിട്ടൂല. മൊബൈലിൻ്റെ ബാറ്ററിക്കൊക്കെ റേറ്റ് വരുന്നത് 30, 40 ആ റേറ്റാണ്. ഈ വാച്ചിന്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് മാത്രമേ. വാച്ചിന്റെ കുറേ കളക്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. ഇപ്പൊ കുറെ നാളുകൊണ്ട് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുപ്പിയല്ലേ ഇത്. ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ 350 രൂപ റേറ്റാണ്. ഈ കുപ്പീൻ്റെ ഉള്ളിൽ തന്നെ 2 പീസും കൂടെ ഉണ്ട്. ഇപ്പൊ 3 പീസിന് റേറ്റ് 350 പറഞ്ഞത്. അത് നല്ല ക്വാളിറ്റി ഉള്ള കുപ്പിയാണ്, നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. ഈ കുപ്പീൻ്റെ കുറേ കളർ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ഫൈനൽ റേറ്റ് 300 രൂപയ്ക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബനിയൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ബനിയനൊക്കെ റേറ്റ് പറഞ്ഞാൽ 100 രൂപ റേറ്റാണ്.
ഇതിൽ ഏത് ബനിയൻ എടുത്താലും 100 രൂപ റേറ്റ് ആണ്. ഇപ്പോൾ ബനിയനൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ബനിയനാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയ ടോയ്സിന്റെ കളക്ഷനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ടോയ്സിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. കാറ് അതിനൊക്കെ 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. മോൻ്റെ കയ്യിലിരിക്കുന്ന ആ ചെറിയ കാറില്ലേ അതിന് റേറ്റ് വന്നിട്ടുള്ള 10 രൂപ റേറ്റ് ആണ്. അപ്പോൾ മോൻ 2 കാർ എടുത്തിട്ടുണ്ടായിരുന്നു. കാസറോളിന് റേറ്റ് പറഞ്ഞത് 550 രൂപ റേറ്റ് ആണ്. സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നേ. ഈ ഫ്രൈ പാന് അപ്പച്ചട്ടിക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റ്. 200 രൂപ അപ്പച്ചട്ടിക്കല്ലേ? 1000 രൂപ. ഈ ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റ് ആണ്. അതിൽ ഏത് ചെരുപ്പ് എടുത്താലും 100 രൂപ റേറ്റ് ആണ്. 2 നമ്മൾ എടുക്കുകയാണെങ്കിൽ 150 ആ റേറ്റിനൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ ചെരുപ്പിന് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. നടക്കുമ്പോഴൊക്കെ നല്ല സ്പോഞ്ച് പോലെ ടൈപ്പുള്ള ചെരുപ്പാണത്. ജോഡി 1300. അസംബ്ലി അസംബ്ലി ചെയ്താ? ഓക്കെ, ഇതൊക്കെ അസംബിൾ ചെയ്ത സാധനങ്ങളാണ്. 1300 2 സ്പീക്കർ 1300. ഇതാകുമ്പോൾ എത്രയായിരുന്നു? 2 ഇത് 2 900 രൂപ കേട്ടോ. കാറിലൊക്കെ വെക്കാനായിട്ട് നല്ല ഒരു സ്പീക്കറാണ്. ഈ ചെറുതാകുമ്പോഴാ? ഈ ചെറുതാ 1100. ഇതെത്രയാ പ്രൊജക്ടർ? അതോ അത് 5000. ഇതാകുമ്പോഴാ? JBL അല്ല, അതെത്ര? JBL 6000 രൂപ. 6000? വാച്ചുകളൊക്കെ വെറും 150 രൂപ. 150 രൂപ വാച്ചില്ലേ? 150. ഇതിനെത്രേ? അതോ അത് 3000 രൂപയാണ്. ഇതിനെത്രയായിരുന്നു? അത് 1000 rupees. 1000. ഇതിനൊക്കെ 1000 രൂപ ഉള്ളു കേട്ടോ. കാറിലൊക്കെ ഇതൊക്കെ പഴയ സാധനങ്ങളാണ്, യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ചാർജറിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റ് ആണ്. ട്രാക്ക് പാൻ്റ് ഒക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യവും നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? അതിനൊക്കെ എത്ര? ഇതിനൊക്കെ 100? ആ, ഞായറാഴ്ച മാത്രമേ ഉള്ളല്ലേ? ഇത് മാർക്കറ്റിന്റെ എൻഡ് ഭാഗമാണ്. ഇവിടെ സാരി അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ വലിയ ടോപ്പിന്റെ കളക്ഷനൊക്കെ ഉണ്ട്. സാരിക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റ് ആണ്. ഈ ടോപ്പിനൊക്കെ റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റും ആണ്. സാരീൻ്റെ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ജോർജറ്റിന്റെ മോഡലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ടോപ്പും നല്ല വർക്കൊക്കെയുള്ള വർക്ക് കൂടുതലുള്ള ടോപ്പുകളാണ്. സാരി തന്നെ ഷിഫോൺ ടൈപ്പിന്റെ സാരികളില്ലേ ഒക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണ്. കുട്ടികളുടെ ഡ്രസ്സിൽ തന്നെ ജീൻസ് അതുപോലെ തന്നെ ടോപ്പിന്റെ കളക്ഷൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കും. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം, ചിലതിലൊക്കെ ഡാമേജും കാര്യമൊക്കെ കാണും. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയെടുക്കണം. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതലാവുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ഷോർട്സിൽ ഇത് 3 50 ആ റേറ്റ് ആണ് വരുന്നത്. ട്രാക്ക് ബാൻഡ് അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 3 50 രൂപ റേറ്റ് ആണ്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കാവുന്നതാണ്. ഈ ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റ് ആണ്. ഇത് യൂസ്ഡ് ആയിട്ടുള്ള ഷർട്ടല്ല, പുതിയ ഷർട്ടുകളാണ്. കുട്ടികളുടെ ഫ്രോക്ക് ടോപ്പ് ഐറ്റംസ് അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റ് ആണ്. അപ്പോൾ എല്ലാ വരിയോര കച്ചവടക്കാരെടുത്ത് നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ തിരക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വില പേശി വാങ്ങിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ടോപ്പിന്റെ കളക്ഷനൊക്കെ ഉണ്ട്. ടോപ്പൊക്കെ ജോർജറ്റ് മോഡൽ, അത് സാധാ ടൈപ്പ്, ഷിഫോണിന്റെ വന്നിട്ടുണ്ട്, കോട്ടൺ ടൈപ്പ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് വരുന്നുണ്ട്. കുട്ടികളുടെ ഫ്രോക്കാണ് കൂടുതൽ ഇതിൽ തന്നെ. ഈ ടോപ്പിനൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ള 100 രൂപ റേറ്റ് ആണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ്. ഈ വരിയോര കച്ചവടക്കാരുടെ ലൊക്കേഷൻ പറയുവാണെങ്കിൽ സൺഡേ മാളില്ലേ
അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ്. സൺഡേ മാളിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. സൺഡേ മാളിൽ 20 രൂപ മുതലാണ് കമ്മലിന് റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 50 രൂപ മുതൽ തന്നെ ടീഷർട്ടുകൾ, ഷർട്ടുകൾ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഷർട്ടൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഷർട്ടിൽ തന്നെ. ഇനി ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ജീൻസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 250 രൂപ റേറ്റാണ്. ഈ ഷർട്ടിലേക്ക് വരുമ്പോൾ ഷർട്ട്, ടീഷർട്ട്, കുട്ടികളുടെ ഡ്രസ്സ് ഇതിൽ ഏതെടുത്താലും 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ റേറ്റ് നമുക്ക് കുറച്ചൊക്കെ ഇതിലും കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. ബാഗിനൊക്കെ റേറ്റ് 100, ടീഷർട്ടിനൊക്കെ ഇതിനൊക്കെ എത്ര? ഇതൊക്കെ 100 രൂപ ഉള്ളു കേട്ടോ. ബാഗൊക്കെ ഏതെടുത്താലും 100. ഇതൊക്കെ വരുന്നത് 100 രൂപ. ഇതൊക്കെ ഏതെടുത്താലും ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ഷർട്ടിന് പുറമെ ടീഷർട്ടും ഉണ്ട് ഇവരുടെ അടുത്ത്. അതുപോലെ തന്നെ ട്രാക്ക് പാൻറ് അതൊക്കെ ഉണ്ട്. അതിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ, ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതെത്ര? 50? ഇതൊക്കെ ഒരു 50 അല്ലേ? ആ ട്രാക്ക് പാൻറ്റിന് റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. ഇവിടെ വീട്ടുപകരണ സാധനങ്ങൾക്കും ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളേ. ഇതിന് റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. അപ്പോൾ 200 രൂപ റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റേറ്റ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീട്ടുപകരണ സാധനങ്ങളാണ് കൂടുതൽ. ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ടിന്നുകൾ മുതൽ ബക്കറ്റ് വരെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിന് റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ ബാഗിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വൺ വേ റോഡ്. ആ വൺ വേ റോഡാണിത്. ഈ റോഡ് ഇറങ്ങി വരുന്ന നേരെ SM സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ.